കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും കഴിവുള്ളവനെ മുറ്റും മുറ്റും നിർത്താൻ കഴിവുള്ളവനെ മണ്ണിടത്തിലടിയാ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനും ദേവവന്ദനം ചെയ്യും തിരുനാമത്തിനും. രാവിലെ പുത്രനും പരിശുദ്ധനായിരിക്കും സ്തുതി. നല്ലവനും വിശ്വസ്തനും കർത്താവായ ദൈവമേ, വീണ്ടും ഒരു പ്രഭാതം കൂടി കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കിടന്ന കർത്താവിന്റെ മനോഹരമായ സൃഷ്ടിയിൽ കർത്താവ് ഞങ്ങളെല്ലാവരും സാക്ഷികളായി ജീവിപ്പാൻ തൊക്കണം. കർത്താവ് നിയോഗിച്ച പ്രകാരം കർത്താവ് ഞങ്ങൾക്ക് ജീവിപ്പാനും ദൈവത്തിന്റെ ഹിതം പോലെ കർത്താവ് ഭൂമിയിലെ ജീവിതം ജീവിപ്പാൻ തൊക്കണം. നീ തന്ന എല്ലാ കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്തു കർത്താവെ. ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവിക ജ്ഞാനത്താൽ കർത്താവ് ഞങ്ങളെല്ലാവരെയും നീ അവിടുന്ന് വാഴ്ത്തിയതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവ് പ്രിയ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജിസിയാൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, എൻ്റെ മകൾക്ക് കൊടുത്തിരിക്കുന്ന കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദാനമായി കൊടുത്ത പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, വേറെ നാൾ കർത്താവിന് കൃപയിൽ കർത്താവിനോട് പുതിയ തപ്പണോട് ഇടയാക്കി കുഞ്ഞുങ്ങളെ വളർത്തി കർത്താവ് ദൈവിക സന്നിധിയിൽ ദൈവഭയത്തോടും ദൈവജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കർത്താവ് നിന്റെ മക്കൾക്ക് വളർത്തുവാൻ തക്കണം. നീ കൊടുത്ത എല്ലാ കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഒറ്റയ്ക്കായിരുന്നാലും കർത്താവിന്റെ തുണയാൽ കർത്താവ് നിന്റെ മകളെ നീ ബലപ്പെടുത്തി ശക്തീകരിക്കുകയും ചെയ്തതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ സ്വർഗത്തിൽ എഴുതിയത് കർത്താവെ ഭൂമിയിൽ നിറവേറുമ്പോൾ വിവാഹ കുദാശിലേക്ക് പ്രവേശിക്കുന്ന ക്രിസ്റ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ ഒരുക്കങ്ങളല്ല ദൈവം തമ്പുരാന്റെ ഒരുക്കങ്ങൾ കർത്താവിന് പ്രവർത്തിപ്പാൻ തപ്പോണം അവിടെ ഇടയാക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. നിന്റെ മകള് കർത്താവെ പഠിച്ചിടങ്ങളിൽ വളർന്നിടങ്ങളിൽ കർത്താവ് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സൺഡേ സ്കൂൾ പഠിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്കൂളിൽ പഠിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അധ്യയനത്തിനപ്പുറമായ ലോകത്തിന്റെ ശുശ്രൂഷയ്ക്ക് കർത്താവ് നീ ഇവിടുന്ന് വിളിച്ച് കർത്താവിനെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നീ ഇവിടുന്ന് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിന്റെ പുതിയൊരു അധ്യായം കർത്താവെ ഇന്നു മുതൽ തുടങ്ങുവാനായിട്ട് കർത്താവെ ആ കുദാശയിൽ നിന്ന് പ്രവേശിക്കാൻ പോകുന്ന കർത്താവ് മോക്കും മോനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗം ആനന്ദിപ്പാൻ തപ്പോണോട് ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവിക കരുണ അവിടെ ഉണ്ടായിരിപ്പാൻ തപ്പോണോട് ഇടയാക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. ഒരു പൈശാചിക ബന്ധങ്ങളും വന്ന് കൂടാതെ ദൈവിക സാന്നിധ്യം കൊണ്ട് കർത്താവെ ഏറ്റവും മനോഹരമായ ഒരു ശുശ്രൂഷയിൽ കർത്താവെ ഞങ്ങളെല്ലാവരും സാക്ഷികളാകുവാനും ദൈവിക ബന്ധത്തിൽ കർത്താവ് നിന്റെ മക്കളെ അവിടെ വളർത്തുവാൻ തക്കണം. ബന്ധങ്ങളിൽ കർത്താവ് ഞങ്ങളെല്ലാവരും ക്രൂശിന്റെ മുദ്രയാൽ കർത്താവ് നിന്റെ മക്കളോട് മുദ്ര കുത്തുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തപ്പോണോട് ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അനൂപിനും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നല്ലേട്ടനെയും കുടുംബത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പമായിരിക്കുന്ന കർത്താവെ ബിജോയ് അച്ഛനും കുടുംബത്തിനു വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. വന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചർച്ചക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷങ്ങളുടെ അനുഭവങ്ങൾ കർത്താവ് ഞങ്ങളുടെ മനസ്സിലുണ്ടായാലും ദൈവഭയത്തോടും ദൈവഭക്തിയോടും കർത്താവെ ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കേറുവാൻ തക്കോണം. ദൈവിക കരുണ അവിടെ ഉണ്ടായിരിക്കാൻ തക്കോണം അവിടെ ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാം കർത്താവിന്റെ കൃപയിലോട് ബുദ്ധിമുണ്ട്. നിന്റെ കരങ്ങൾ അവിടുന്ന് പ്രവർത്തിപ്പാൻ തക്കോണം അവിടെ ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങൾ വഴിയാത്രയിലേക്ക് പോകുമ്പോൾ നിന്റെ സാന്നിധ്യം കൊണ്ട് ഉണ്ടായിരിക്കണമേ. തക്ക സമയത്ത് ഞങ്ങൾ എത്തുവാനും കർത്താവ് വാഹനം ഓടിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം കർത്താവെ ക്രമീകരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ കരങ്ങളെല്ലാം പ്രവർത്തിപ്പാനും ക്രമീകരിപ്പാൻ തക്കണം. ദൈവമേ അവിടെ ഇടയമാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയിൽ വന്ന് ക്രൂരനെ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്നേഹവും കൃപയും പരിശുദ്ധ റൂഹായുടെ നിരന്തരമായിട്ടുള്ള സാന്നിധ്യത്തിൽ നാമയോട് പ്രത്യേകിച്ച് വിവാഹ കുദാശയിലും ആ കുദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ മക്കളോടുകൂടി എപ്പോഴെപ്പോഴും എന്നെ കൊണ്ടായിരിക്കും.
Amen.
കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും ദേശസ്വേച്ഛയും ആലുപോകാത്തതമേ. എല്ലായ്പ്പോഴും അനുഗ്രഹിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ജാതികളെ വൃത്തിയായി തനിക്ക് സഭയായി നിർത്തുകയും നിഷ്കളങ്കമായ തന്റെ ദിവ്യരക്തത്താൽ സകല മാലിന്യത്തിൽ നിന്നും പിഴവിൽ നിന്നും അതിനെ വെളിപ്പാക്കുകയും ഭൗമ്യസഭയെ വിവാഹം നിശ്ചയിക്കുകയും താൻ അതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും നേശവിശ്വാസത്തിന്റെ നിന്നും അതിനെ വീണ്ടെടുക്കുകയും സകല കഷ്ടങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹായെ തന്റെ അടിയാറെ ബോധമായിട്ട് ശുശ്രൂഷ പൂർണ്ണമാക്കുന്നതിന് നമ്മുടെ ആയുഷ്കാലത്തുള്ള ദിവസങ്ങളിൽ സ്തുതിയും ബഹുമാനവും അതിനും അങ്ങക്ക് യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സകലവിധാനങ്ങൾക്കും മേലായി ബോധപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവ്വ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ ദൈവമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടുപ്പുള്ള നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ യഹോവയായി തുറന്നപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദബോധത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശവമായതിനെ കാരുണ്യപൂർവ്വമയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചുകൊള്ളാൻ നിന്റെ ദൈവികമായ അനുഗ്രഹം കൊണ്ട് ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന മണവാളനെ ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടി ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ വിവാഹം സകലമാനികളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ലോകത്തിൽ അഴിവില്ലാത്തവരെ നീ സന്തോഷിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആഷ്ടാനം മുഴുവൻ വിവിധ പ്രകാരം ഇവരെ നീ അലങ്കരിക്കണമേ. ഇറമാരും മലാകുമാരും ഇടപെടാതെ സന്തോഷിക്കുന്നതുമായ സ്വർഗീയ ഭവനം അനന്തപൂർവ്വരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നതായ കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധരുമായി ഇടപെടാ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. പരിശുദ്ധ
നന്മകൾ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ ശ്രീവ രാപകൽ നിന്നോടുകൂടെ ഇരുന്ന് തിന്മപ്പെട്ടവരിൽ നിന്നും അവന്റെ സേനയിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ വലിയ സ്നേഹമാവുന്നു ഈ ദമ്പതികളെ അനുഗ്രഹീതമായ കർത്താവിന്റെ സ്നേഹം കൂടെ നടത്തുന്ന എല്ലാം സഹിക്കുന്നു. എന്നാൽ എല്ലാം കിട്ടുന്ന സ്നേഹമാണ്. അത് പരസ്പരം പങ്കുവയ്ക്കുന്നതിനും അനുഭവിക്കുന്നതിനും ആ സ്നേഹത്തിന്റെ സാക്ഷ്യം കാണപ്പെടുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇടയാകുന്ന പ്രാർത്ഥനയോടെ പ്രവേശിക്കും. നിങ്ങളുടെ അനുഗ്രഹമായ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ ജനങ്ങൾക്ക് ആ സമയത്ത് ദേവ കൃപ ചെയ്യണമേ നീ എന്ന് പ്രതിവാക്യമായി പറയുകയും ചെയ്യുകയാണ്. Wow.
അനുഗ്രഹം മുൻപിടുന്നവനെ നീ
നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ പ്രകാരത്ത് ഇപ്രകാരം സംഭവിച്ചു. ശേഷം ഗലീലയിൽ നിന്നും യാത്ര പുറപ്പെട്ട യോർദാനിലെ യഹൂദിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരം തന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കി. പരീക്ഷന്മാരും അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാണുന്നതാരും ഒരുത്തൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ ന്യായമാണെന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവനോട് ഉത്തരമായി ചെയ്തത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആനന്ദമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷത്തിന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കുന്നു. അവരിരുവരും ഒരു ജഡമായി തീരും എന്നാണ് ചെയ്ത എന്നുള്ളത് നീ വായിച്ചില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യർ വിധിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധനാക്കിയ നാമത്തിൽ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു.
തന്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലങ്കൈ നിങ്ങളുടെ മേൽ വന്നവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിന്റെ മാലാഖ നിങ്ങളുടെ കൂടെ ഇരുന്ന് അകൽക്കരസിലൂടെ വചനത്തിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. വലുതായ ആയുസ്സിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും, ഇസ്ഹാക്ക് യാക്കോബിലും, യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവര് സന്തോഷിപ്പിക്കാനായിട്ട് കർത്താവ് നിങ്ങൾ നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം അവന്റെ മക്കളെ അനുഗ്രഹിച്ച ആ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേലും വന്നവസിക്കട്ടെ. ദൈവം അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച ആ അനുഗ്രഹം നിങ്ങളുടെ മേലും വന്നവസിക്കട്ടെ. ദൈവം ആകാശത്ത് നിന്ന് മഞ്ഞും ഭൂമിയെ പുറപ്പെടുവാനുള്ള സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബിന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി നിന്നെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വ് നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തന്റെ നിരവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള അവന്റെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങൾ മേലും വസിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാകയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങളും കൊണ്ട് സമ്പദം കൊണ്ട് സകല ഭാഗ്യങ്ങളും കൊണ്ട് നിങ്ങളെ അഭിവൃദ്ധിക്കട്ടെ. ആ പാപിയ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങൾക്കും പാപങ്ങൾക്ക് പരിഹാരമാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിൽ അവകാശിയായി തീരട്ടെ. ഇസ്രായേൽ പുറപ്പെടുവിച്ച ആ മണവാട്ടിയുമായ ഉടമ്പടി സീനായി പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതങ്ങളിൽ നിങ്ങളെ നമ്മുടെ സർവ്വസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിന്റെ ഭൂമിയുടെ നാഥനും നാം സ്തുതിക്കുക കരകേറ്റുകയും ചെയ്യുമാറാകട്ടെ. നാം ദൈവത്തിന്റെ ഭവനത്തിൽ നിൽക്കുന്നു. ഈ സമയത്ത് വിശ്വാസങ്ങളെ ഓർമ്മിക്കപ്പെടുന്നുവെന്നും നമ്മുടെ വിശുദ്ധന്മാർ പിതാക്കന്മാരിൽ നിന്നും നാം കൈക്കൊണ്ടിട്ടുള്ളതുമായ നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവ്വന്മാർ നമ്മെ ബന്ധിപ്പിച്ചതുമായ ഒരു വലിയ പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും സത്പ്രവർത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരും ആയിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന് മുൻപാകെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനം മുൻപാകെയും ജീവന്റെ മേശയുടെ മുൻപാകെയും ശ്രീപായുടെ മുൻപാകെയും വിശുദ്ധ ഏവന്റെ മുൻപാകെയും ഈ യോഗത്തിന്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവരുടെ മുൻപാകെയല്ല അറിയുന്നവരുടെ മുൻപാകെ നിൽക്കുന്നു.
എഴുതിക്കൊടുക്കുകയും ഇതാ ഇന്ന് മുതൽ നിങ്ങൾ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം എനിക്കും നിങ്ങളുടെ ഇടയിലും മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിനും ഞാൻ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ ക്ഷമാശമാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്റെ മേലും മണവാളിന്റെ മേലും മണവാട്ടിന്റെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും വന്നാവസിച്ച് വാഴ്ത്തുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ബലത്തിൽ എപ്പോഴും നിങ്ങളുടെ മേൽ വർദ്ധിക്കുക ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏകോപനത്തിലിരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടും ആകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർദ്ധിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർദ്ധിക്കണമോ അതുപോലെ അവളും അവനോട് വർദ്ധിക്കുകയും യോഗ്യമാകണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവനോട് വർദ്ധിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭാര്യ ഭർത്താക്കന്മാരായി ഇന്ന് സംയോജിപ്പിച്ചിരിക്കുകയാണ്. എന്നൊരു പുതിയ യാത്ര ആരംഭിക്കുകയാണ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ജേർണി ഓർ ഡെസ്റ്റിനേഷൻ. ഇതിലേതാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം both journey and destination are important, but what the more important is companion. ആരാണ് കൂടെ ഉള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് ഇന്ന് ക്രിസ്റ്റിക്ക് അടന് ക്രിസ്റ്റിക്ക് തുണയായി ഉള്ള യാത്ര ആരംഭിക്കുക. In between and not in between, but at the most what you have to think is നിങ്ങളുടെ മധ്യേ you cannot see it, but God is always with you. തമ്പുരാന്റെ സാന്നിധ്യം നിങ്ങളോട് എപ്പോഴും ഉണ്ട് എന്നൊരു കാരണവശാലും മുടി തിന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മുടി തിന്നുന്നു ഫോളോ മലയാളം braiding. We are usually taking 3 strands for braiding. After the braiding, you can see only 2. One is invisible. Just like that, when you are moving forward, God will always see. You cannot see, He is invisible. But without Him, it's like the braiding. മുഴുവൻ കുടുംബജീവിതം ഏറ്റവും സന്തോഷമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇൻവിസിബിൾ പ്രസൻസ് ഓഫ് ഗോഡ്. കൂടുതൽ ഞാൻ നിങ്ങളോട് പറയുന്നില്ല. If I get an opportunity to talk to you, if you are coming to Chapati, I will really talk. If the time is now it's 12 o'clock, so I am giving the exhortation given in the literature. ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഇറ്റ്സ് എ പ്രിവിലേജ്. മോർ ദാൻ എ റെസ്പോൺസിബിലിറ്റി, ഇറ്റ്സ് എ പ്രിവിലേജ്. അതുകൊണ്ട് തമ്മിൽ വഹിക്കുക, പരസ്പരം ക്ഷമിക്കുക, ധാരണ ഉണ്ടാക്കുക. ഹോബി ടീച്ചർ ഫോർ സേ സോറി ഫസ്റ്റ്. ആദ്യം പോയി സോറി പറയുന്ന ആളാണ് എപ്പോഴും വിൻ ചെയ്യുന്നത്, മറക്കരുത്. ആണുങ്ങൾ സോറി പറഞ്ഞൊരു ചരിത്രമില്ല. നിങ്ങൾ ചോദിച്ചാൽ ഒരാരെയും സോറി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇങ്ങോട്ടല്ലേ തിരിഞ്ഞിരിക്കുന്നത്. ബട്ട് അല്ലെ ഒരു സോറി പറയുന്നത് ഏറ്റവും നല്ലതാണ്. അങ്ങനെ ക്ഷമ എന്ന് പറയുന്നത് forgiveness. Celebrate forgiveness with your life. Celebrate your life with forgiveness. ഒരു കാരണവശാലും മറന്നു കളയരുത്. സ്നേഹിക്കുന്നവരാകണം. സെലിബ്രേഷൻ ഓഫ് ലവ്, നോട്ട് ഓൺലി യു ബട്ട് അതേഴ്സ് ടു. അല്ലേ? കർത്താവ് നല്ലൊരു ബൊമ്മ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ്
എന്നെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളത്. ദാറ്റ് മീൻസ് അലൻ എങ്ങനെ അലനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ക്രിസ്റ്റിയോടുള്ള സ്നേഹമുള്ളത്. ക്രിസ്റ്റി എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അലനോടുള്ള സ്നേഹം. ഇഫ് യു ആർ നോട്ട് ലവിങ് യു കനോട്ട് ലവ് അലൻ. ഇഫ് യു ആർ നോട്ട് ലവിങ് യു കനോട്ട് ലവ് ക്രിസ്റ്റി. അപ്പം ഒരു കാര്യം ഓർക്കണം, അതവെന്ന് പറയുന്നില്ല, പരസ്പരം വഹിക്കണം, അതുപോലെ തന്നെ ബഹുമാനിക്കണം. രാവിലെ ഒരു ഡിമോഷൻ വായിച്ചു. അത് ഈ ആംഗ്ലിക്കൻ ഓർഡറിലുള്ളൊരു കല്യാണം നടക്കുന്നതിൻ്റെ ആ ഡിമോഷൻ പറഞ്ഞു. ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയെ കരുതണം, ഭാര്യയോടെ പറഞ്ഞത് ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. ഒപ്പേ എന്ന് വാക്ക് കേട്ടപ്പോൾ ഈ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പെണ്ണ് ചെറുക്കൻ്റെ മുഖത്തിൽ ഒരു നോട്ടം എത്രമാത്രം വേണം എന്നുള്ളത്. ആ ഒബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ആൻഡ് റെസ്പെക്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞ് രാവിലെ അനുസരിക്കാതെ തലമുപ്പിട്ട് നിൽക്കേണ്ട. ലവ് ആൻഡ് റെസ്പെക്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു കാരണവശാലും മറന്ന് കളയരുത്. ആസ് ഐ സെഡ്, ഇന്ന് ഈ പള്ളിയിൽ നിന്നും ആദ്യമായി ഒരു ഗിഫ്റ്റ് തരാനുള്ളതാണ്. നിങ്ങളുടെ വെഡിങ്ങിൻ്റെ ആദ്യത്തെ ഗിഫ്റ്റ് അതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റായി തരുന്നതിന് മുമ്പ് ഒരു ഗിഫ്റ്റ് തരും. ഇതെന്തിനാണ് വായിക്കാൻ? അതിന് അവിടെ കൊണ്ടുപോകുമ്പോൾ ഷോപ്പീസിൽ സാരി വെക്കാനില്ല, വീട്ടിൽ ഒരുപാട് ഉണ്ടായിക്കോട്ടെ, അതിൻ്റെ കൂടെ കൊണ്ടുപോകരുത്. അതുപോലെ തന്നെ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. രണ്ടുപേരും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കുടുംബ പ്രാർത്ഥന നന്നായി പ്രാർത്ഥിക്കണം. ഇന്ന് തൃശ്ശൂർ പള്ളിയിൽ നടന്നാണ് ഇനിയും അടുത്തുള്ള മാർത്തോമാ പള്ളിയിലെ ആരാധന സമിതികൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അത് അങ്ങനെ തന്നെ ആവണം, എന്നാലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ദൈവം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ തന്നിട്ടുണ്ട്, പണം തന്നിട്ടുണ്ട്, കഴിവ് തന്നിട്ടുണ്ട്. ഇതിനെല്ലാം നിങ്ങൾ ഓർക്കപ്പെടുക സ്റ്റുവേർഡ്സ് ആണ്. അതുകൊണ്ട് സ്റ്റുവേർഡ്സിൽ നിന്ന് റെസ്പോൺസിബിലിറ്റി ഫെയ്ത്ത്ഫുൾനെസ് ആവശ്യിക്കുന്നു. ഇതെല്ലാ കാര്യത്തിലും ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സ്പ്രെഡ് ദ ഗോസ്പൽ. അതുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ പണം കൊടുക്കുന്നവരാകണം. പള്ളിയുടെ ആവശ്യങ്ങൾക്ക് പണം കൊടുക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ തരണം. വളരെ മോർ ഇമ്പോർട്ടൻസ്. ദൈവം മക്കളെ തരുന്ന ഒരു കാര്യം ഓർക്കണം, ദൈവത്തോട് ചേർന്ന് വളർത്താൻ ശ്രമിക്കണം, സഭയോടുള്ള സ്നേഹത്തെ വളർത്താൻ ശ്രമിക്കണം. നിങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ദൈവത്തെ ആദ്യം മുതൽ തന്നെ കൊടുക്കാൻ കഴിയണം. നമ്മുടെ വെരി ബിഗിനിങ് ഒരു കുഞ്ഞ് ജനിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അന്ന് മുതൽ ഈ കുഞ്ഞിനെ കർത്താവിനോടുള്ള ബന്ധത്തിൽ വളർത്തും എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടിയായിരുന്നു. അത് ഒരു കാരണവശാലും മറക്കരുത്. അവർക്ക് ഒരു റൈച്ചസ്നെസ് ആൻഡ് ജസ്റ്റിസ് കോൺഷ്യസ് ഉണ്ടാവണം. അതുപോലെ തന്നെ അവര് സഭയുടെ സ്നേഹത്തിൽ അവർ പറയണം. പ്രകാരമുള്ള ക്രിസ്തീയ കുടുംബ ജീവിതം നയിക്കാൻ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർക്കെല്ലാവരും ഒറ്റ ആഗ്രഹമാക്കുന്നു, ദൈവം നിങ്ങളെ എത്ര കാലം ജീവിക്കാൻ അനുവദിക്കുന്നു അത്രയും കാലം ഇവിടെ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങി പോകുന്നത് പോലെ അവസാനം വരെ സന്തോഷത്തോടെ നിൽക്കണം. അത് മാത്രമാണ് ആഗ്രഹം. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ പേരിൽ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആകാശഭൂമി നിങ്ങളെല്ലാവരും ഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയെ ഞങ്ങളോട് സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവം ബലഹീന ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥന ഉന്നതമായ സിംഹാസനം മുമ്പാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാകട്ടെ. ഇവിടെ ശിക്ഷാപൂർണ്ണമാകും. ഇപ്പോൾ മണവാട്ടി സ്തോത്രകാഴ്ച സമർപ്പിക്കുകയും falling apart. We're falling apart. I'm a long way home.
dawn and light your face again. So much better off for falling in love. We're falling in love in the midnight glow. We were once alone. We were once alone, but now we're alone. Now we're alone. We're making our way home. There's something about the way candles light your face again. There's something about the way dawn and light your face again. ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരിക്കുന്ന ഭക്ഷണത്തിനായിട്ട് അങ്ങ് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ അവർ കാണിക്കുന്ന മനസ്ഥിതിക്കായി നന്ദി അവരെ അനുഗ്രഹിക്കുന്നു. ഭക്ഷണം ഞങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ നാമമഹത്വത്തിനായി യേശുവിനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. There's something about the way dawn and light your face again. And I'll be your master of ceremony for the afternoon. Just before we start, we'll just start off with a small verse which clicked after Reverend Binoy Daniel said in the message. Colossians 3:12-15. Put on then as God's chosen ones, holy and beloved, compassionate hearts, kindness, humility, meekness and patience, bearing with one another, and if one has a complaint against another, forgiving each other as the Lord has forgiven you, so you also must forgive. And above all these, put on love, which binds everything together in perfect harmony. And let the peace of Christ rule in your hearts, to which indeed you are called in one body, and be thankful. We'll begin with the opening prayer. I request Reverend Minoy Kurulachan to come on stage for prayer. At the outset, I would like to invite the parents and the siblings of bride and groom to come on stage. So I request the parents of both bride and groom to come on stage. Canada, a daughter of late Mr. Kurian and Mrs. Dinama Kurian, who is retired right now. She has a sister, Dr. Nami Kurian, who has finished her PhD and working as a professor. Married to Mr. Anup Zakaria, who is working in credit access in Bangalore. They are blessed with a wonderful and beautiful child named Ida. Now moving on to the groom side, there is Mr. Sajeev Varghese, working in CRPF as Assistant Commandant.
beautiful sister, Dr. Alina, who's finished the family and working in CMC Vellore. As tradition goes, the lighting of the lamp signifies new beginnings. Therefore, here's wishing the couple a blessed married life as they proceed to light the lamp. I request the families as well to join the newlyweds in the lighting of the lamp.
வருஷம் இந்த மாப்பிள்ளையும் பொண்ணுதான் பேரு விளங்க இங்கு வாழணும். சோழவனத்தில் ஒரு ஜோடி குயில் போலதான் காலம் முழுக்க சிந்து பாடணும். ஒன்று கொண்டு பக்கத்தில பொண்ணுக்குள்ள நிக்கையில கண்ணு படம் மொத்தத்தில கட்டழக அம்மாடி என்ன சொல்ல 100 வருஷம் இதை மாப்பிள்ளையும் பொண்ணுதான் பேரு விளங்க இங்கு வாழணும். சோழவனத்தில் உசுல மணியாட்டம் ஒடுக்கத்தான் பாரு பெருவில் அங்காடும் திருவாரூர் தேரு ஓம பூச்சி போல புடிச்சாரு தாரம் தாண்டிய தாங்காரு வாரம் இவரு 7 அடி நடக்கும் 7 அடி நிலவ நின்னுகிட்டே தொட்டடுவாரு மனைவி கொள்ளமணி உயரம் 3 அடி ரெண்டும் சேர்த்திருந்தா செடி படம் வண்டி வரும்போது நெட்ட குட்டா என்றும் இணையாது இந்த முட்டாகங்கள் கட்டுகிற கொட்டவர கொடுச்சாய் 100 வருஷம் 100 வருஷம் இந்த மாப்பிள்ளையும் பொண்ணுதான் பேரு விளங்க இங்கு வாழணும். ஜோடி குளத்தில் ஒரு ஜோடி குயில் போலதான் காலம் முழுக்க சிந்து பாடணும். ஒன்று கொண்டு பக்கத்தில பொண்ணுக்குள்ள நிக்கையில கண்டு படும் மொத்தத்தில கட்டழக ஆமாடி என்ன சொல்ல 100 வருஷம் இத மாப்பிள்ளையும் பொண்ணுதான் பேரு விளங்க இங்கு வாழணும். This was the year the glue gave out, when everything solid became a cloud. Uncertainty swirled around like dust, but home was a safe place for us. When I look in your eyes, all I see is light, and the darkness around us gets smaller. Today I am thankful for you. Today I am thankful for you. Are we through this valley or only halfway? Can't tell if the sky's turning blue or more gray. Don't know what the future has
எல்லா ஸ்டெப்பும் கரெக்டா தெரியும்ல உனக்கு? மாஸ்டர் எனக்கு அந்த ஒரு ஸ்டெப் தான் பிக்கப் பண்ண முடியும் மாஸ்டர். இவ்வளவு பிக்கப் பண்ற ஸ்டெப்பை பிக்கப் பண்ண முடியாதா? சரி விடு அப்படியே கொடுத்துவாங்கல்ல. அதாவது டப்பு டுப் டும் டப்பு டப்பு டுப் டும் இந்த ஸ்டெப்புக்கு எல்லாரும் வலது கால தூக்கிடுங்க. ஓ நெக்ஸ்ட் மாஸ்டர் நெக்ஸ்ட் டப்பு டுப் டும் டும் டப்பு டுப் டும் அந்த ஸ்டெப்புக்கு அட் டைம்ல எல்லாரும் ரெண்டு காலையும் தூக்கிடுங்க. அப்போ முடிஞ்சிருமே மாஸ்டர். ஒழுங்கா தான் யூஸ் ஃபார் டான்ஸ். ரெடி 1 2 1 2 3 4 ahora expression to काम करो Pantaya
because of all we've been through, everything beautiful comes into view. I see what the headlines could never report. You are what's good in the world. When I look in your eyes, all I see is light, and the darkness around us gets smaller. Today I am thankful for you. Today I am thankful for you. Are we through this valley or only halfway? Can't tell if the sky is turning blue or more gray. Don't know what the future is coming our way, but today I am thankful for you. Hand in hand, side by side, gratitude will be our guide. Heaven knows what we might find tomorrow, but today I am thankful for you. Today